ഹായ് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ റിമോട്ട് കാണിക്കുന്നതെന്ന്. അപ്പോൾ റിമോട്ട് കാണിക്കുന്നത് റിമോട്ടിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്ന ട്രിക്കാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ചിലപ്പം നിങ്ങൾ അതിൻ്റെ ബാറ്ററി കുറവായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ടി വിൻ്റെ കംപ്ലയിൻ്റ് ആയിരിക്കാം. അപ്പോൾ എന്തിൻ്റെ കംപ്ലയിൻ്റ് ആണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ട്രിക്കാണ് പറയാൻ പോകുന്നത്. അതായത് നിങ്ങൾ റിമോട്ട് വർക്കിംഗ് ആണോ ഇല്ലയോ എന്ന് ഈ ട്രിക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റിമോട്ട് എടുക്കുക. ചിലപ്പോൾ നിങ്ങളുടെ റിമോട്ടിൻ്റെ ബാറ്ററി വീക്ക് ആയിരിക്കാം. അപ്പോൾ എന്ത് കാരണമാണെന്ന് നമുക്ക് മനസ്സിലാകും. ബാറ്ററി വീക്ക് ആയിരിക്കാം. അപ്പോൾ വേറെ എന്തെങ്കിലും ഇൻറ്റേർണലായിട്ട് സർക്യൂട്ട് എന്തെങ്കിലും കത്തിപ്പോയതോ അങ്ങനെ എന്തെങ്കിലും ആകാം. പക്ഷേ നമുക്ക് റിമോട്ട് വർക്കിംഗ് ആണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്ന ട്രിക്കാണ് ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ റിമോട്ട് എടുക്കുക. റിമോട്ട് എടുത്ത് അതിന് ശേഷം നിങ്ങൾ മൊബൈലിലെ ക്യാമറ ഓൺ ചെയ്യുക. റെക്കോർഡൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മൊബൈലിലെ ക്യാമറ മാത്രം ഓൺ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മൊബൈലിലെ ക്യാമറ ഓൺ ചെയ്ത ശേഷം നിങ്ങൾ റിമോട്ട് എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഏത് ബട്ടൺ അമർത്തിയാലും, അതായത് റിമോട്ട് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ഇൻഫ്രാറെഡ് റേ ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അതിൽ നിന്ന് ഇവിടുന്ന് ഈ മുമ്പിലത്തെ കണ്ടോ, ഇവിടെ ഒരു ബൾബ് കണക്ക് കാണാം, അവിടെ നിന്നാണ് ഇൻഫ്രാറെഡ് റേസ് പോകുന്നത്. അപ്പോൾ ഇൻഫ്രാറെഡ് റേസ് പോകുന്നത് കൊണ്ടാണ് ഈ സിഗ്നൽ ടി വിയിലേക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് നിങ്ങൾ വോളിയവും എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഇൻഫ്രാറെഡ് കാണണമെങ്കിൽ നിങ്ങൾ മൊബൈലിലെ ക്യാമറ ഓൺ ചെയ്യുക. മൊബൈലിൽ ക്യാമറ ഓൺ ചെയ്തിട്ട് റെക്കോർഡൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മൊബൈൽ ക്യാമറ ഓൺ ചെയ്യുക. നിങ്ങളുടെ റിമോട്ട് എടുക്കുക. അതിനകത്ത് ഏതെങ്കിലും ഒരു സ്വിച്ച് അമർത്തുക. ഇപ്പോൾ ഞാനിപ്പോൾ നടുക്കത്ത് ഈ ഓക്കെ എന്നുള്ള സ്വിച്ച് അമർത്തുകയാണ്. ഇപ്പോൾ അമർത്താൻ പോവുകയാണ്. ശ്രദ്ധിച്ചിരുന്നോ? അമർത്താൻ പോവുകയാണ്. കണ്ടോ? അമർത്തുമ്പോഴത്തേക്ക് ഇതാ ഒരു ഫ്ലിക്കറിങ് കണ്ടോ, ഒരു ലൈറ്റ് കാണുന്നുണ്ടോ? നിങ്ങൾ വേറെ ഏതെങ്കിലും സ്വിച്ച് അമർത്തുക. 2 എന്നുള്ള സ്വിച്ച് അമർത്തുകയാണ്. ഇപ്പോൾ 2 എന്നുള്ള സ്വിച്ച് അമർത്തിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താ കണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് ഇത് വർക്കിംഗ് ആണോ അല്ലയോ. അല്ലെങ്കിൽ വർക്കിംഗ് അല്ലെങ്കിൽ ഇതിനകത്ത് നിന്ന് റേസ് ഒന്നും കാണത്തില്ല. നിങ്ങൾ ഏത് സ്വിച്ച് അമർത്തിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ സ്വിച്ച് അമർത്തിയാലും കാണാൻ പറ്റും. കണ്ടോ? അങ്ങനെ ഏത് സ്വിച്ച് അമർത്തിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഈ സ്വിച്ച് അമർത്തിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം വെച്ചാൽ ഓരോ സ്വിച്ചിനും ഓരോ ഇൻഫ്രാറെഡ് റേസ് അവർ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. ക്യാമറ ഓൺ ചെയ്തിട്ട് നമുക്ക് നോക്കണം, എന്നാലേ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. കണ്ടോ? റേസ് കാണുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ റേസ് വന്നില്ലെങ്കിൽ അർത്ഥം നിങ്ങളുടെ റിമോട്ട് കേടാണെന്നാണ് അർത്ഥം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഈ റിമോട്ട് കുറിച്ചിട്ടായിരുന്നു. റിമോട്ട് വർക്കിംഗ് ആണോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയായിരുന്നു, ട്രിക്കായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനി എൻ്റെ വീഡിയോകൾ കാണുക. ഇനി പുതിയ ഇങ്ങനത്തെ ലൈഫിൽ വരുന്ന നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളോ അല്ല ട്രിക്കേ ഞാൻ അതിനകത്ത് എടുത്തുള്ളൂ, എൻ്റെ ചാനൽ എടുത്തുള്ളൂ. നിങ്ങളുടെ ലൈഫിന് എന്തെങ്കിലും യൂസ്ഫുൾ ആയ കാര്യങ്ങളെ ഞാൻ എൻ്റെ ചാനൽ എടുത്തുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. ബൈ.